ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. അപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രയിലോട്ടാണ് കേട്ടോ. ഞങ്ങളുള്ളത് ചെന്നൈയിലാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ആന്ധ്രയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഫസ്റ്റ് ടോള് ഞങ്ങൾ എടുക്കുകയാണ്. അപ്പം അങ്ങനെ ടോള് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മനോഹരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പം അങ്ങനെ ഹൈദരാബാദിൻ്റെ ബോർഡൊക്കെ കണ്ട് 576 കിലോമീറ്റേഴ്സ് എന്ന്. അപ്പം ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ റോഡിൽ കൂടെ ഒരുപാട് പശുക്കളും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആന്ധ്രയുടെ ബോർഡറിൽ എത്തിയപ്പോൾ അവിടെ കുറേ ബെഡ്ഷീറ്റുകൾ ഇട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കുറേ മേടിച്ചു കേട്ടോ. നല്ല വലിയ ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റുമാണ്, അതേപോലെ തന്നെ നല്ല കോട്ടൺ ബെഡ്ഷീറ്റാണ്. ഭയങ്കര റേറ്റ് കുറവാണ്. അപ്പോൾ അതേ കാരണം ഞാനും കുറേ 3-4 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, കാണാനും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ ഒരു പന്നിയെ കണ്ടു കേട്ടോ. ഇതിങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഓർത്ത് ഒന്ന് റിലാക്സ് ആവും, എല്ലാവരും കരിക്കൻ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ജ്യൂസ് കടയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ജ്യൂസ് കടയും ഫുഡ് കടയും ഒന്നുമില്ല, ഹോട്ടലും ഒന്നുമില്ല. അപ്പം ഞങ്ങൾ കരിക്കൻ ജ്യൂസ് കുടിക്കാൻ കുറച്ച് ക്ഷീണമൊക്കെ മാറുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും ഓരോ കരിക്കൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ വീഡിയോസും റീൽസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്ന എൻ്റെ ചെറിയ മോനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് ദർഗയിലാണ് കേട്ടോ, വേണാട് ദർഗ. അത് ആന്ധ്രയിലാണ് ഉള്ളത്. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലോ അതൊക്കെ പോയിട്ടുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ധനുഷ്കോടിയൊക്കെ പോലെ, ധനുഷ്കോടി എന്ന് വെച്ചാൽ 2 സൈഡിൽ ഇങ്ങനെ കടലും നടുക്ക് കൂടെ റോഡല്ലേ, അതേപോലെ ഇതിനും ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ദർഗയിലേക്ക് മാത്രമുള്ളൊരു വഴിയാണ്. ഒരു 15 കിലോമീറ്ററോളം 2 സൈഡിലും വെള്ളവും പിന്നെ ബാലൻസ് ഉള്ള റോഡ്. കുറച്ചൊക്കെ ടാറിട്ട റോഡായിരുന്നു, ബാലൻസ് ഫുൾ ഇങ്ങനെ ഗ്രാവൽ മണ്ണിൻ്റെ പോലെ റോഡാണ് കേട്ടോ. അപ്പോൾ ഓട്ടോയും ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ പോയതിന് ശേഷം തന്നെ ഒരു 3-4 ബസ് സർവീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ദർഗയിലേട്ടുള്ള സർവീസാണ് ഉള്ളത്. അങ്ങനെ നല്ല മനോഹരമായൊരു യാത്രയായിരുന്നു. 2 സൈഡിലും അത് നമ്മളത് ഓഫ് റോഡൊക്കെ പോകുന്ന പോലെ കുലുങ്ങിയാണ് പോകുന്നത്. ബസ്സൊക്കെ പോകുന്ന കണ്ടില്ല, അതേപോലെ ഞങ്ങളും ഒരുപാട് കുലുങ്ങിയാണ് പോയത്. കാരണം ഇവിടെ നെൽപ്പാടങ്ങളൊക്കെ നല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നെൽകൃഷി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ആന്ധ്രയിലാണെന്നാണ് പറയപ്പെടാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ദർഗയിൽ എത്തിയപ്പോൾ ഒരുപാട് കാക്കകൾ ഇങ്ങനെ കിടന്ന് പറക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. കുറേ പേര് ഇവിടെ ഒന്ന് താമസിച്ച് ഫുഡ് വെച്ച് ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഹജ്രത്ത് ഷെയ്ഖ് ദാവൂദ് ഷാ വലിയള്ള ആണ് ഇവിടെ അടങ്ങിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഖബറിൻ്റെ നീളം ഭയങ്കര ഒരു ലോങ് ആണ്, ഭയങ്കര ഒരു നീളമാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും നീളമുള്ള ഒരു ദർഗ കാണുന്നത്. ഞാൻ ഒരുപാട് ദർഗകളിൽ ഞാൻ പോയിട്ടുള്ള ആളാണ്, പക്ഷേ ഇങ്ങനത്തെ ഇത്രയും നീളമുള്ള ഒരു ദർഗ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഈ ദർഗയിലെ നേർച്ച ചന്ദനത്തിൻ്റെ വെള്ളമാണ് കേട്ടോ ആ ബോട്ടിലിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ റോസാപ്പൂവും തിരിയൊക്കെ കത്തിച്ച് വെക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ഓരോരുത്തർ കത്തിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും റോസാപ്പൂ ഒക്കെ മേടിച്ച് അതിൻ്റെ മുകളിലിടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബോട്ടിലെ ചന്ദനവെള്ളം മേടിച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾക്ക് കയറാൻ അവകാശമില്ല കേട്ടോ, വെളിയിൽ മാത്രമേ നിൽക്കാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ കുറേ ആൾക്കാരാണെങ്കിൽ തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വട്ടത്തിൽ മുട്ട് കുത്തിക്കൊണ്ട് കുറേ ഇത്താമാർ നടക്കുന്നുണ്ട്, മുട്ടുകുത്തി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആന്ധ്രയിലുള്ളവർ തന്നെ ഒരുപാട് ആൾക്കാരവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതിനെ നെഗറ്റീവ് പറയാനുള്ള ആൾക്കാരും വരും, പോസിറ്റീവ് ഉള്ള ആൾക്കാരും വരും. എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഞാൻ അവിടെ പോയപ്പം വീഡിയോ എടുത്തതെല്ലാം നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഈ ദർഗയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ദർഗയിൽ വന്ന് നമ്മുടെ ആരുടെയെങ്കിലും കാര്യങ്ങൾ സാധിക്കുവാണെങ്കിൽ ഒരു നിയ്യത്ത് ഇവിടെ ചെയ്യും എല്ലാവരും. അതായത് എന്താ, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുവാണെങ്കിൽ മുഹറം 10 എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് റൊട്ടി അരിപ്പൊടി വെച്ചുണ്ടാക്കിയ റൊട്ടി 12 എണ്ണം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ചെറിയൊരു പള്ളിയുണ്ട്, ദർഗ അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്. കുളമെന്ന് വെച്ചാൽ കുറച്ച് മാറിയ കുളമെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു വെള്ളമുള്ള സ്ഥലം. അവിടെ ഒഴുക്കി വിടും 12 റൊട്ടിയും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് വന്ന് ഇവിടെ തിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് പോകാനൊരു സമയമൊന്നും അങ്ങനെ കിട്ടാറില്ല. കാരണം ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയത് കാരണം ഞങ്ങൾക്ക് സമയം കിട്ടിയത് കാരണം നമുക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ കുറവായത് കാരണം ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ദർഗയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ വെളിയിൽ വെച്ച് ഐസ്ക്രീമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ വഴി വന്നപ്പം വഴി കൂടെ ഒരുപാട് പശുക്കൾ ഇങ്ങനെ നടന്നു, എരുമയും പശു എല്ലാം
നടന്നു പോകുന്നു. റോഡിൻ്റെ നടുക്ക് കൂടെ ഒക്കെ നിൽക്കുകയാണ്. നമ്മൾ ഓണടിച്ചൊക്കെയാണ് മാറ്റിയത്. പിന്നെ അങ്ങനെ ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അമ്മു കുറച്ച് റീൽസൊക്കെ എടുത്തു. ഞാനും കുറച്ച് സൺസെറ്റൊക്കെ കണ്ടപ്പോൾ ഞാനും കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ടീ കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ വന്ന് കയറിയതാണ്. അതിനുശേഷം പിന്നെ ഇങ്ങനെ തിരിച്ചിറങ്ങിപ്പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ സൺസെറ്റൊക്കെ ഇങ്ങനെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്തൊരു ദർഗയിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ വിജനമായ സ്ഥലം, ആരുമില്ല കേട്ടോ, ആൾത്താമസം ഒന്നുമില്ലാത്ത സ്ഥലമാണ്. കശ്മൂര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദർഗയുള്ളത്. ഇതിൻ്റെ ഒരുപാട് ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കശ്മൂര ഫിലിം എന്ന് പറഞ്ഞ് കുറേ ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദർഗയിലാണ് ഞങ്ങളീ പോകുന്നത്. അത് കയറുമ്പോൾ എന്ന എൻട്രി തന്നെ കുറേ രണ്ട് സൈഡിലും കടകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ ഇതാണ് അവിടെ അടങ്ങിയിട്ടുള്ള ഔലിയ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ കൊണ്ടുവന്ന് താഴും പൂട്ടൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പം ഞങ്ങളൊരു കോണൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ രാത്രിയായി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഫാമിലി ദാബായി ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫാമിലി ദാബായി കയറി. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മനോഹരമായിട്ടുണ്ട്. ഞങ്ങൾ വെളിയിരുന്ന കഴിച്ചത്, അകത്ത് കയറിയില്ല. കാരണം വെളിയിൽ തന്നെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വെളിയിൽ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചത്. അതാകുമ്പോൾ കാറ്റും വെളിച്ചമൊക്കെ കണ്ടുകൊണ്ട് വെളിയിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞേ ഫുഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൊട്ടിയും നാനും ബട്ടർ നാനും അതേപോലെ തന്നെ ദാൽ മക്കൂണി, തന്തൂരി ചിക്കൻ, ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് വെറൈറ്റി കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ചില്ലി ചിക്കൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബട്ടർ മസാലയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു. കാരണം വരുന്ന വഴിക്ക് ഹോട്ടലൊന്നും എങ്ങും കാണുന്നില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഇത് ഞങ്ങൾ ഓർത്ത് ഇനി കാണത്തില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ തന്നെ കയറി കഴിച്ചു. കാരണം ഇനി അങ്ങോട്ട് ഹോട്ടലില്ലെങ്കിൽ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ലാസ്റ്റ് ഓരോ ഗ്ലാസ് പെപ്സിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങളിനി ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് പോവുകയാണ്. ഞങ്ങൾ ചെന്നൈയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കാഴ്ച കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാത്രി 1 മണിക്കാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.